തീർത്ഥം കൊണ്ട് 3 പ്രാവശ്യം നീര് കൊടുക്കുക. ഗംഗാഭിഷേകം സമർപ്പയാമി. ചന്ദനം കൊണ്ട് 3 പ്രാവശ്യം ഗന്ധാഭിഷേകം സമർപ്പയാമി. എള്ളുകൊണ്ട് 3 പ്രാവശ്യം തിലാഭിഷേകം സമർപ്പയാമി. ഒരു പൂവെടുത്ത് പീഠപൂജ സമർപ്പയാമി എന്ന് പറഞ്ഞ് ദർഭയ്ക്ക് മുകളിലേക്ക് വയ്ക്കുക. മാറ്റിവെച്ച കൂർച്ചം കയ്യിലെടുക്കുക. തീർത്ഥം തെളിച്ച് ശുദ്ധമാക്കുക. ഒരു പൂവ്, ചന്ദനം, എള്ള് കുറച്ച് തീർത്ഥം ചേർത്ത് തൊഴുതു പിടിച്ച് പേരും നക്ഷത്രവും പറഞ്ഞ് മനസ്സിൽ ധ്യാനിക്കുക. പറയുക, ഓം നമോ നാരായണായ, ശ്രീ ബ്രഹ്മദേവായ, ശ്രീ മഹാദേവായ, ഇഹലോകവാസം വെടിഞ്ഞ എന്റെ പിതൃവിനെ കൊല്ലവർഷം 1200 ആണ്ട് കർക്കടക മാസം 8-ാം തീയതിയും അമാവാസ്യയും പുണർദം നക്ഷത്രവും വ്യാഴാഴ്ചയും ചേർന്ന പുണ്യദിനത്തിൽ പിതൃമോക്ഷപ്രാപ്തിക്ക് ശ്രാദ്ധം കൂട്ടുവാനായി മൂർധാവിൽ നിന്നും സ്വഗ്രഹത്തിൽ നിന്നും സ്വരലോകത്തിൽ നിന്നും സന്നിധിയിലേക്ക് ആവാഹിക്കുന്നു. മുഖത്ത് ഇടത്തോട്ട് ഒഴിഞ്ഞുകൊണ്ട് പറയുക, ഏഹി ഏഹി ആഗച്ഛ ആഗച്ഛ ദർഭാസനെ ആവാഹയാമി. ദർഭയിലേക്ക് നിൽക്കുക. തൊട്ടു തൊഴുക. പിതൃവന്ദനം സമർപ്പയാമി. തീർത്ഥം കൊണ്ട് 3 പ്രാവശ്യം ദർഭയ്ക്ക് ചുറ്റും ഗംഗാഭിഷേകം സമർപ്പയാമി. ചന്ദനം കൊണ്ട് കളഭാഭിഷേകം സമർപ്പയാമി. എള്ള് കൊണ്ട് തിലാഭിഷേകം സമർപ്പയാമി. ഒരു പൂവെടുത്ത് മുഖത്ത് 3 പ്രാവശ്യം ഒഴിഞ്ഞ് പിതൃപൂജ സമർപ്പയാമി. സഭയിലേക്ക് വെക്കുക. ഒരു പൂവെടുത്ത് ശ്രാദ്ധ കർമ്മങ്ങൾക്കൊന്നും വിഘ്നം സംഭവിക്കരുതേ എന്ന് ഗണപതി ഭഗവാനെ ധ്യാനിച്ച് പറയുക, ശ്രീ വിഘ്നേശ്വര മാനസസങ്കൽപ്പ പിതൃപൂജ സമർപ്പയാമി. ദർഭയിലേക്ക് വെച്ചുകൊള്ളുക. വീണ്ടും ഒരു പൂവെടുത്ത് നാരായണ ഭഗവാനെ ധ്യാനിച്ച് പറയുക, ഓം നമോ നാരായണായ. ദർഭയിലേക്ക് വെച്ചുകൊള്ളുക. ഒരു പൂവെടുത്ത് വേദഗായത്രിയെ മനസ്സിൽ ധ്യാനിച്ച് പറയുക, അനാദി നിധനാനന്ദ ശംഖിചക്ര ഗദാധര അക്ഷയ പുണ്ടരീകാക്ഷ പിതൃമുക്തി പിതൃോ ഭവാൻ. മുമ്പോട്ടിട്ട് തൊഴുക. ഒരു പൂവെടുത്ത് പിതൃവിന്റെ പൂർണ്ണരൂപം ധ്യാനിച്ച് പറയുക, പൂർണ്ണരൂപം സമർപ്പയാമി. മുമ്പോട്ടിട്ട് തൊഴുക. വീണ്ടും ഒരു പൂവെടുത്ത് ദർഭയ്ക്ക് ചുറ്റും 3 പ്രാവശ്യം ഇടത്തോട്ട് ഒഴിഞ്ഞ് പിതൃക്കളെയെല്ലാം ഉണ്ട് എന്ന് സങ്കല്പിച്ച് പറയുക, പിതൃഭ്യോ നമഃ. ദർഭയിലേക്ക് വെച്ച് തൊഴുക. പവിത്രമൂരി പൂവിരിക്കുന്ന ഇലയിൽ വയ്ക്കുക. ചോറിരിക്കുന്ന ഇലയിൽ കുറച്ച് ചോറ് വശത്തോട്ട് മാറ്റി വയ്ക്കുക. ബാക്കി ചോറ്, എള്ള്, പഴം ചേർത്തുരുട്ടുക. ഉരുള ഇരിക്കുന്ന ഇലയിൽ തന്നെ വയ്ക്കുക.
ബലിവസ്തുക്കളിൽ നിന്നും വെള്ളം വീഴാതെ കൈ മാറ്റി കഴുകുക. പവിത്രം ധരിക്കുക. ഉരുള വലത് കൈയിലെടുക്കുക. കുറച്ച് തീർത്ഥം ചേർക്കുക. പിണ്ടമെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് പിതൃക്കളുടെ പേരും നക്ഷത്രവും ചേർത്ത് മനസ്സിൽ ധ്യാനിക്കുക. പറയുക, ഓം നമോ നാരായണായ, ശ്രീ ബ്രഹ്മദേവായ, ശ്രീ മഹാദേവായ. കൊല്ലവർഷം 1200 ആണ്ട് കർക്കടക മാസം 8-ാം തീയതിയും പുണർദം നക്ഷത്രവും അമാവാസ്യയും വ്യാഴാഴ്ചയും ചേർന്ന പുണ്യദിനത്തിൽ ഇഹലോകവാസം വെടിഞ്ഞ പിതൃവിനെയും മാതൃ പിതൃ പരമ്പരകളിൽപ്പെട്ട സകല പിതൃക്കളെയും ജ്ഞാത അജ്ഞാത പിതൃക്കളെയും അഗ്നി ശ്രോതാദി പിതൃക്കളെയും ശ്രാദ്ധം ക്ഷേത്രപിണ്ഡമായി കൂട്ടി തൃപ്തിപ്പെടുത്തുന്നു. മുഖത്ത് 3 പ്രാവശ്യം ഇടത്തോട്ട് ഒഴിഞ്ഞുകൊണ്ട് പറയുക, ഏഹി ഏഹി ഉത്തിട്ട ഉത്തിട്ട മനസ വാച കർമ്മണ ഏതെങ്കിലും പ്രകാരത്തിലുള്ള തെറ്റുകളോ കുറവുകളോ മുടക്കമോ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ശിശുവായിരുന്നപ്പോഴോ ഗർഭസ്ഥ ശിശുവായിരുന്നപ്പോഴോ പിതൃവിനോട് എന്തെങ്കിലും അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം ക്ഷമിച്ച് ഭഗവാനും പിതൃക്കളും പിണ്ഡം സ്വീകരിച്ച് കുടുംബത്തെയും സന്തതി പരമ്പരകളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷേത്രപിണ്ഡം സമർപ്പയാമി. ദർഭയിലേക്ക് വെച്ചു തൊഴുക. കൈ മാറ്റി കഴുകുക. പിണ്ഡത്തിനെ തൊട്ടു തൊഴുക. പിണ്ഡബന്ധനം സമർപ്പയാമി. തീർത്ഥം കൊണ്ട് നീര് കൊടുക്കുക. ഒരു പൂവ് ചന്ദനം എള്ള് ചേർത്ത് മുഖത്ത് ഒഴിഞ്ഞ് പിതൃവിനെ ചൂടിക്കുന്നതായി സങ്കല്പിച്ച് പറയുക, തില ഗന്ധ കുസുമം സമർപ്പയാമി. പിണ്ഡത്തിലേക്ക് വെക്കുക. വസ്ത്രത്തിൽ നിന്നും ഒരു നൂലെടുത്ത് കഴുകി പിണ്ഡത്തിന് മുകളിൽ തെക്ക് വടക്ക് വരികയായി ഇരിക്കുക. പറയുക, പട്ടുവസ്ത്രാലങ്കാരം സമർപ്പയാമി. ഇലയിൽ മാറ്റിവെച്ചിരിക്കുന്ന ചോറ് വലത് കൈയിലെടുക്കുക. കുറച്ച് തീർത്ഥം ചേർക്കുക. സമസ്ത പിതൃക്കളെയും ജ്ഞാത പിതൃക്കളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പിണ്ഡത്തിന് ചുറ്റും 3 പ്രാവശ്യം ഇടത്തോട്ട് തൂവിക്കൊണ്ട് പറയുക, പിതൃവിനെയും കുടുംബാവസാനുള്ള പിതൃക്കളെയും ജ്ഞാത അജ്ഞാത പിതൃക്കളെയും ക്ഷേത്രപിണ്ഡത്തോടൊപ്പം ശ്രാദ്ധമൂട്ടി തൃപ്തിപ്പെടുത്തുന്നു. തീർത്ഥം ചന്ദനം എള്ള് ഇവ 3 ചേർത്ത് പിണ്ഡത്തിന് ചുറ്റും 3 പ്രാവശ്യം തൂവുക. ഒരു പൂവെടുത്ത് എല്ലാ പിതൃക്കളെയും ധ്യാനിച്ച് മുഖത്ത് ഇടത്തോട്ട് ഒഴിഞ്ഞുകൊണ്ട് കുടുംബാവസാനുള്ള എല്ലാ പിതൃക്കൾക്കും മോക്ഷമേകണമേ എന്ന് പ്രാർത്ഥിച്ച് പിണ്ഡത്തിന് മുന്നിൽ പൂവിടുക. ചോറിരിക്കുന്ന ഇലയെടുത്ത് പിണ്ഡം മൂടുക. പവിത്രമൂരി പൂവിരിക്കുന്ന ഇലയിൽ വയ്ക്കുക. കൈ തൊഴുതു പിടിച്ച് മനസ്സിൽ ധ്യാനിക്കുക. മൂടിയ ഇലയുടെ മുകളിൽ തീർത്ഥം തളിക്കുക. ഇല പഴയ സ്ഥാനത്ത് നിവർത്തി വയ്ക്കുക. നിവർത്തിവെച്ച ഇലയിൽ നിന്നും ഒരു ചോറെടുത്ത് മണത്ത് ഘ്രാണഭക്ഷണം സമർപ്പയാമി എന്ന് പറഞ്ഞ് തലയ്ക്ക് മുകളിലൂടെ പുറകോട്ടിടുക. കൈ കഴുകുക. പവിത്രം ധരിക്കുക. പൂവിരിക്കുന്ന ഇലയിൽ എല്ലാം വാരിയെടുക്കുക. തീർത്ഥം ചേർത്ത് തൊഴുതു പിടിക്കുക.
പറയുക. ഓം നമോ നാരായണായ, ശ്രീ ബ്രഹ്മദേവായ, ശ്രീ മഹാദേവായ, ഇഹലോകവാസം വെടിഞ്ഞ ഇന്ന് ശ്രാദ്ധമൂട്ടിയ പിതൃവിനെയും കുടുംബാവതാരുള്ള മാതൃ പിതൃ പരമ്പരകൾ പെട്ട സകല പിതൃക്കളെയും ജ്ഞാത അജ്ഞാത പിതൃക്കളെയും അഗ്നി ശ്രോതാദി പിതൃക്കളെയും കൊല്ലവർഷം 1200-ാം ആണ്ട് കർക്കിടക മാസത്തിലെ അമാവാസ്യയും ചേർന്ന് പുണ്യദിനത്തിൽ ശ്രാദ്ധം കൂട്ടി തൃപ്തിപ്പെടുത്തി ഭഗവാൻ മഹാവിഷ്ണു പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. മുഖത്ത് 3 പ്രാവശ്യം ഒഴിഞ്ഞുകൊണ്ട് പറയുക, ഓം ഏഹി ഏഹി ക്ഷമസ്വ ക്ഷമസ്വ മമ പിതരം സ്വ ഉദ്വാസയാമി. പിണ്ടത്തിലോട്ട് വയ്ക്കുക, കുമ്പിട്ട് നമസ്കരിക്കുക. പറയുക, ജീവിച്ചിരുന്നപ്പോൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആ മനസ്സ് വേദനിക്കുവാൻ കാരണമായിട്ടുണ്ടെങ്കിൽ തെറ്റുകൾ ക്ഷമിച്ച് എന്നെയും എന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാഷ്ടാംഗം പ്രണാമം സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. പിണ്ടത്തിനടിയിൽ വെച്ചിരിക്കുന്ന കൂർച്ചം പതുക്കെ മുകളിലൂടെ പുറത്തേക്ക് എടുക്കുക, കെട്ടഴിക്കുക. അഴിച്ച ഭാഗം കിണ്ടിക്കുള്ളിൽ മുക്കി മുക്കിയ വെള്ളം മുഖത്ത് തളിക്കുക. ഗർഭ പിണ്ടത്തിന് മുകളിൽ തന്നെ വയ്ക്കുക. മോതിരവിരലിൽ ധരിച്ചിരിക്കുന്ന പവിത്രത്തിന്റെ കെട്ടഴിച്ച് പിണ്ടത്തിന് മുകളിൽ വയ്ക്കുക. ബാക്കി ദർഭ, പൂവ്, ചോറ്, പിണ്ടം എല്ലാം വാരി പൂവിരിക്കുന്ന ഇലയിൽ വെക്കുക. തലയ്ക്ക് മുകളിൽ വെച്ച് ആറ്റിൽ കൊണ്ടൊഴുക്കുക. പറഞ്ഞു കൊടുത്ത് ആചാര്യനെ ദക്ഷിണ കൊടുത്തു വണങ്ങുക. പത്രം ധരിച്ച് തിലാഹോമം കഴിഞ്ഞ് ക്ഷേത്രദർശനം നടത്തി മടങ്ങുക. ശുഭം. അവിടെ ഇരിക്കുന്ന എല്ലാം വാരിയെടുക്കണേ, പൂവ്, ചോറ് എല്ലാം. ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുക, കടവിൽ വഴുക്കലുണ്ട്, ശ്രദ്ധിക്കുക. അവിടെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്, കയറിന്റെ അപ്പുറത്ത് ആരും പോകരുത്. അവിടെ ഷവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുളിക്കാനായിട്ട്, ശ്രദ്ധിക്കുക. വഴുക്കലുണ്ട്, വെള്ളത്തിൽ ആരും പെട്ടെന്ന് ഇറങ്ങരുത്.